മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. പല പ്രാവശ്യം യൂട്യൂബിലൂടെ പറഞ്ഞ ഒരു കാര്യം വീണ്ടും കുറച്ചുകൂടി വിവരണത്തോടുകൂടി ആവർത്തിക്കുകയാണ്. സാധാരണഗതിയിൽ പലതും നിങ്ങൾ കേട്ടതാണ്, വിവരണങ്ങളിലൂടെ കാര്യങ്ങൾ അറിഞ്ഞതാണ്. വീണ്ടും അത് ആവർത്തിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. പറഞ്ഞത് തന്നെ പറഞ്ഞു എന്നൊരു ഫീലിംഗ് ഉണ്ടാവും. എന്നിരുന്നാലും ചില കാര്യങ്ങൾ ചിലർ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഡസൻ കണക്കിന് മുസ്ലിം യുവാക്കൾ സക്കീർ നായിക്കിൻ്റെ അനുയായികളായ മുസ്ലിം യുവാക്കൾ നിരന്തരം ചോദ്യങ്ങൾ ചോദിക്കുകയും കമൻ്റ് പറയുകയും വീട്ടിലിരുന്ന് യൂട്യൂബിൽ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതിന് പകരം നേരിട്ട് സക്കീർ നായിക്കുമായിട്ട് ഏറ്റുമുട്ടിക്കൂടെ, സക്കീർ നായിക്കിനെ വെല്ലുവിളിച്ചുകൂടെ, സക്കീർ നായിക്കിന് അറിവില്ല എങ്കിൽ നിങ്ങൾ ജയിക്കുമല്ലോ, പിന്നെ നിങ്ങൾ എന്തിനെയാണ് ഭയപ്പെടുന്നത്? ഇപ്രകാരമുള്ള ചോദ്യങ്ങൾ സക്കീർ നായിക്കിൻ്റെ അനുയായികൾ ധാരാളമായിട്ട് കഴിഞ്ഞ 1-2 മാസങ്ങളായിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ കുറേ മുസ്ലിം യുവാക്കൾ ചോദിക്കാറുണ്ട്, ഖുർആൻ വായിച്ചതിന് ശേഷം നിങ്ങൾ മറുപടി പറയൂ. ഇത്രയും മഹത്വമേറിയ ഗ്രന്ഥമായതുകൊണ്ടാണ് ജനങ്ങളത് ഫോളോ ചെയ്യുന്നത്. ഖുർആനെ കുറിച്ച് കുറേ കമൻറ്റുകൾ. ഇതൊന്നും യഥാർത്ഥത്തിൽ എൻ്റെ പരിധിയിൽപ്പെടുന്നതല്ല എന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. ഒന്ന്, വാദിക്കലും ജയിക്കലും എൻ്റെ കർമ്മബന്ധാവിലെ ലക്ഷ്യവുമല്ല, മാർഗവുമല്ല. അറിയലും അറിയിക്കലും മാത്രമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. പഠിക്കുക, പഠിപ്പിക്കുക, പ്രചരിപ്പിക്കുക, പ്രതികരിക്കുക. ഭാരതീയ പൈതൃകത്തിൽ ഒരു ഋഷിവര്യനും ഭാരതീയ പൈതൃകത്തിൻ്റെ ഒരു അനുശാസകനും ഈ പൈതൃകത്തിൻ്റെ മഹത്വം വാദിച്ച് ജയിച്ച് ആരെയെങ്കിലും കൊണ്ട് അംഗീകരിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. ശങ്കരാചാര്യര് പോലും ബുദ്ധ സിദ്ധാന്തങ്ങളും ജൈന സിദ്ധാന്തങ്ങളും കണാദന്റെ വൈശേഷികവുമെല്ലാം അവസാനത്തേതാണ് എന്ന് പറഞ്ഞ് മുമ്പോട്ട് വന്നവരോട് ചർച്ചകളിലൂടെ അവരുടെ ധാരണ തെറ്റാണെന്നും അവർ പറഞ്ഞത് പൂർണ്ണത നേടിയ വിവരണമല്ല എന്നും അവരുടെ വീക്ഷണത്തെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ കുറെ കൂടി പോകണമെന്നും അവരെ കൊണ്ട് മനസ്സിലാക്കി അംഗീകരിപ്പിക്കലാണ് ചെയ്തത്. ശങ്കരാചാര്യരെ അംഗീകരിപ്പിച്ചതല്ല, അവരുടെ കുറവ് അവർക്കുണ്ടെന്ന് അംഗീകരിപ്പിച്ച് അടുത്ത ലെവലിലേക്ക് പോവുകയാണ് ചെയ്തത്. അതിനെയാണ് ഇംഗ്ലീഷിൽ ശങ്കരാചാര്യ ഡിഫീറ്റഡ് ദ ബുദ്ധിസ്റ്റ് എന്ന ആൻഡ് വൈശേഷികൻസ് എന്ന വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഡിഫീറ്റഡ് എന്ന് പറഞ്ഞാൽ വാളും കുന്തവും കുടച്ചക്രവും എടുത്തോട്ട് നശിപ്പിച്ചു, കൊന്നു, കൊലവിളിച്ചു എന്നല്ല അർത്ഥം. വളരെ വ്യക്തമായിട്ട് ശങ്കരാചാര്യര് അതിന് മാതൃക നൽകിയിട്ടുണ്ട്. ഭാരതത്തിലെ ഒരു ഋഷിവര്യനും, അത് സ്വാമി വിവേകാനന്ദനോ രമണ മഹർഷിയോ രാമകൃഷ്ണ പരമഹംസറോ ആരും തന്നെ, ഇല്ലെങ്കിൽ ഋഷിതുല്യനായ മഹാത്മാഗാന്ധി പോലും വാദിച്ച് ജയിക്കാൻ ശ്രമിച്ചിട്ടില്ല. നമ്മുടെ രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അറിവ് കൊടുക്കുക, അറിയിക്കുക മാത്രമാണ്. അതുകൊണ്ട് തന്നെ സക്കീർ നായിക്കുമായിട്ട് വാദിക്കാൻ ഞാനില്ല, എനിക്കതിൽ താല്പര്യമില്ല എന്ന് വളരെ വ്യക്തമായിട്ട്
ഈ അനുയായികൾ ഇങ്ങനെ യൂട്യൂബിൽ കമന്റ് എഴുതുമ്പോഴും ഇമെയിൽ അയക്കുമ്പോഴും അവരോട് പറയാറുണ്ട്. അപ്പൊ ഞാൻ എന്തിനാ സക്കീർ നായിക്കിനെ കുറിച്ച് പിന്നെ പറയുന്നത് എന്നൊരു ചോദ്യമുണ്ട്. യഥാർത്ഥത്തില് ഒരു റെസിഡൻഷ്യൽ അസോസിയേഷനില് ഇന്നലെ ഒരു കള്ളൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചെന്ന് കള്ളനെ ചെന്ന് ഉപദേശിച്ച് കക്കരുത് എന്ന് പറഞ്ഞ് ഉപദേശിക്കുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നത് ആ റെസിഡൻഷ്യൽ അസോസിയേഷനിലെ ആൾക്കാരോട് ശ്രദ്ധയോടുകൂടി കെയർഫുൾ ആയിട്ട് ജീവിക്കണമെന്ന് പറയലാണ് എനിക്ക് എളുപ്പം. ഏതെങ്കിലും ഒരു വ്യക്തി തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പ്രസംഗിക്കുകയാണെങ്കിൽ അയാളോട് ചെന്ന് പറഞ്ഞ് തെറ്റായിട്ടുള്ളത് പ്രസംഗിക്കരുത്, ഇപ്പൊ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞാൽ അയാൾ വേറൊരു തെറ്റ് പറഞ്ഞാൽ പിന്നെയും ഞാൻ അയാളുടെ പുറകെ പോകണം. അയാൾ വീണ്ടും ഒരു തെറ്റ് പറഞ്ഞാൽ പിന്നെയും ഞാൻ അയാളുടെ പുറകെ പോകണ്ടേ? അതുകൊണ്ട് മാസായിട്ടുള്ള ജനതയോട് പറയുക, ഇയാൾ പറയുന്നത് ശുദ്ധ അബദ്ധവും കള്ളത്തരവും ഫ്രോഡും തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയുമാണ് എന്ന് ജനങ്ങളെ അറിയിക്കലല്ലേ നല്ലത്? അതേപോലെ ടി വി മാധ്യമത്തിലൂടെ വലംപിരി ശങ്കിനെ കുറിച്ച് വരുന്ന പറ്റിക്കല്, ഈ വലംപിരി ശങ്ക് ഉണ്ടാക്കി അഡ്വർടൈസ് ചെയ്ത് വിൽക്കുന്ന ആളോട് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് കേൾക്കില്ല എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ജനതയെ അറിയിക്കുക, നിങ്ങളെ പറ്റിക്കുകയാണ് അവർ ചെയ്യുന്നത്. ലവണതൈലം ഉണ്ടാക്കിയാളുടെ വീട്ടിൽ ചെന്ന് നിങ്ങൾ ചെയ്യുന്നത് തട്ടിപ്പാണ് വെട്ടിപ്പാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം അയാൾക്കറിയാം അയാൾ ചെയ്യുന്നത് തട്ടിപ്പും വെട്ടിപ്പും ആണെന്ന്. പിന്നെ ഞാൻ വീണ്ടും പറയേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് ജനങ്ങളെ അറിയിച്ചു, ഈ തട്ടിപ്പും വെട്ടിപ്പുമാണ് ഇയാൾ ചെയ്യുന്നത്, നിങ്ങൾ ലവണതൈലം ഉപയോഗിക്കേണ്ട കാര്യമില്ല, ഉപയോഗിച്ചാൽ റിസൾട്ട് കിട്ടില്ല. അതുപോലെ ധനാകർഷണ ഭൈരവയന്ത്രം ചെയ്ത് വിൽക്കുന്ന ആളുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങൾ ചെയ്യുന്നത് തട്ടിപ്പും വെട്ടിപ്പുമാണെന്ന് ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? അതിൽ വഞ്ചിതരാവുന്നവരുടെ അടുത്ത് പറഞ്ഞാൽ പോലെ എനിക്ക്. അല്ലാതെ അയാളുടെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ അയാളെ വെല്ലുവിളിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? എം അക്ബറും അതുപോലെ തന്നെ ഈ സക്കീർ നായിക്കും ഓരോ ഉപനിഷത്തിലും അതുണ്ട് എന്ന് അയാൾ പറയുമ്പോൾ ഞാൻ അയാളെ വെല്ലുവിളിച്ച് ഈ ഉപനിഷത്തുക്കളിൽ ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞെന്ന് വിചാരിക്കാം. അവരുടെ ആൾക്കാരത് വീഡിയോ എടുത്ത് സക്കീർ നായിക്ക് പറഞ്ഞത് മാത്രം എടുത്ത് ഗോപാലകൃഷ്ണൻ പറഞ്ഞത് കട്ട് ചെയ്ത് അവർ അപ്ലോഡ് ചെയ്യും. ഈ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തില് ഒരു സർവമത സമ്മേളനം എല്ലാ വർഷവും പതിവുണ്ട്. അതിൽ 3 മതത്തിലുള്ള ആൾക്കാരെ വിളിക്കും. അതിൽ ഏതോ ഒരു മുസ്ലിം പണ്ഡിതൻ എന്ന തലയിൽ എഴുതിയ ഒരു വ്യക്തി വന്നിട്ട് 1.25 മണിക്കൂർ പ്രഭാഷണം നടത്തി. അയാൾ ആ അമ്പലത്തിലെയും വിഗ്രഹാരാധനയും അമ്പലത്തിനെയും പച്ച തെറി തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് അയാൾ തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. അപ്പൊ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ വ്യക്തികള് മതസൗഹാർദ്ദത്തിന് വേണ്ടി അയാളെ വിളിച്ച് അവരുടെ ആൾക്കാരുടെ നേരെ ആ ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് ഒരു മുസ്ലിം അവഹേളിച്ച രീതിയിൽ പറഞ്ഞത് അയാൾ തന്നെ അപ്ലോഡ് ചെയ്തു. എങ്ങനെയുണ്ട് ധാർമ്മികത? കള്ളന് കള്ളത്തരം ചെയ്യാൻ മറ്റൊരു കള്ളൻ പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് ആ മുസ്ലിമിൽ നിന്ന് തെളിവാണ്. അപ്പൊ ഈ ലോകത്തില് ഈ സക്കീർ നായിക്ക് പറയുന്നു ശതപഥ ബ്രാഹ്മണത്തില് ഇങ്ങനെ ഉണ്ട് എന്ന് പറയുന്നു. ഞാൻ ശതപഥ ബ്രാഹ്മണം എടുത്ത് അത് വായിച്ച് ഇതല്ല അതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് സക്കീർ നായിക്കിനെ വെല്ലുവിളിച്ചെന്ന് വിചാരിക്കാം. കള്ളന്റെ പ്രധാന ജോലി എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അടുത്ത ദിവസം അങ്ങേര് പറയും ആ പഞ്ചവിംശതി ബ്രാഹ്മണത്തിൽ ഇങ്ങനെയുണ്ടെന്ന് പറയും. അത് തെറ്റാണെന്ന് പറഞ്ഞാൽ അയാൾ പറയും യജുർവേദത്തിലെ 15-ാം അധ്യായത്തിൽ 22-ാമത്തെ വരി അതാണെന്ന് പറയും. അഥർവവേദത്തിൽ അതാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയും. ഏകദൈവത്തെക്കുറിച്ച് വേദത്തിലുണ്ടെന്ന് പറയും. ഏകദൈവത്തെക്കുറിച്ച് വേദത്തിലുണ്ടെങ്കിൽ ഇയാൾക്ക് എന്താ ഛേദം? അള്ളാഹുവിനെ കുറിച്ചാണെന്ന് വരുത്തി തീർക്കാനുള്ള കള്ളത്തരം നടത്തുന്ന ഒരു മനുഷ്യന്റെ അനുയായികള് ഇവരെ ഞാൻ വെല്ലുവിളിക്കണമെന്നും ഇവരോട് ഞാൻ വാദിക്കണമെന്നും പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? ഒരു കള്ളന് ഏത് വഴി കൂടെ വേണമെങ്കിലും പോകാം. ജീവിതത്തിൽ കള്ളത്തരം മാത്രം ചെയ്ത സക്കീർ നായിക്ക് എവിടെയാ കിടക്കുന്നത് എന്ന് അറിയോ എന്ന് ഒരാൾ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ എന്റെ വീട്ടിലാ കിടക്കുന്നത്, അയാൾ എവിടെയാ കിടക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അയാള് ഖുർആനെ കുറിച്ച് എന്ത് പറഞ്ഞാലും ഞാൻ വാദിക്കാനും പോവില്ല, ജയിക്കാനും പോവില്ല, വിവരണം കൊടുക്കാനും പോവില്ല. കാരണം അയാൾ ഖുർആൻ പണ്ഡിതനാണെന്ന് കുറച്ച് മുസ്ലിങ്ങൾ പറയുന്നുണ്ട്, കുറച്ച് പേര് അയാൾ ശുദ്ധ തട്ടിപ്പാണെന്ന് മുസ്ലിങ്ങൾ പറയുന്നത് യൂട്യൂബിൽ ഞാൻ വായിച്ചു. പക്ഷെ വേദത്തെക്കുറിച്ചും ഈ ഉപനിഷത്തിനെ കുറിച്ചും ഭാരതീയ പൈതൃകത്തെക്കുറിച്ചും
തനി തട്ടിപ്പും വെട്ടിപ്പും പറയുന്നത് ആധികാരികമായിട്ട് ഇയാൾ പറയുന്നത് തെറ്റാണെന്ന് പറയാൻ ധൈര്യസമേതം എനിക്ക് സാധിക്കും. അപ്പൊ ഒന്നും അറിയാത്തവന്റെ മുമ്പില് കുറച്ചൊക്കെ അറിയാവുന്ന ഒരു വ്യക്തി എന്തിനാ വാദിക്കാൻ പോകുന്നത്? മുസ്ലിം സഹോദരങ്ങളെ, ഇനി ഏതെങ്കിലും ഒരെണ്ണത്തിന് ഉത്തരം കൊടുത്താൽ അയാൾ വെറുതെ ഇരിക്കോ? അയാൾ ചാവണ വരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ ഓരോന്നോരോന്ന്? ഋഗ്വേദത്തിൽ അതുകൊണ്ട് കൽക്കി അതാണ്, കൽക്കി ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതിന് എല്ലാത്തിനും ഉത്തരം കൊടുക്കേണ്ട ബാധ്യത എനിക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം. ക്രിസ്ത്യാനികൾ സുവിശേഷ പ്രസംഗം നടത്തുന്നുണ്ട്. എത്ര ചാനലിലാണ് സുവിശേഷ പ്രസംഗം നടത്തുന്നത്? അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങിയാൽ എനിക്ക് വേറെ പണിയില്ലേ? അപ്പൊ നിങ്ങൾ വേറൊരാൾ പറഞ്ഞു സക്കീർ നായിക്ക് പരമമായ സത്യ പറയുന്നതെന്ന്. ലോകത്തിലെ ഒരു കള്ളനും പറഞ്ഞിട്ടില്ല ഞാൻ കള്ളനാണെന്ന്. ലോകത്തിലെ ഒരു കള്ളന്റെ അനുയായിയും പറഞ്ഞിട്ടില്ല എന്റെ ഗുരു കള്ളനാണെന്ന്. അപ്പൊ പിന്നെ നമുക്ക് മറിച്ച് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? ധാരാളം പേര് ഓരോരുത്തര് കുറച്ച് അസഭ്യം ചേർത്ത വാക്കുകൂടി പറയുന്നുണ്ട്. അതവനെ അച്ഛനും അമ്മയും വളർത്തിയതിന്റെ സംസ്കാരമാണെന്നല്ലാണ്ട് എനിക്ക് വേറൊന്നും പറയാനില്ല. ഓരോ വ്യക്തിയുടെയും സംസ്കാരം അവന്റെ അച്ഛനും അമ്മയും കൊടുക്കുന്നത് പോലെ ആയിരിക്കും ഇയാൾ പെരുമാറുന്നത്, സംസാരിക്കുന്നത്, വാക്കുകൾ വിവരിക്കുന്നത്, അവഹേളിക്കുന്നത്, വെല്ലുവിളിക്കുന്നത്. അതൊക്കെ അവനവന് സ്വാതന്ത്ര്യമാണ്. വളരെ മോശമായിട്ടുള്ള വാക്ക് ഉപയോഗിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ദേഷ്യത്തിന്റെ പ്രതികരണം ഒരു തരത്തിൽ ശകാരത്തിന്റെ വാക്കുകളായിട്ട് മാറുന്നു. ഇതിനെല്ലാത്തിനും ഞാൻ ഉത്തരം കൊടുക്കാൻ പോയാൽ അല്ലെങ്കിൽ അന്വേഷിച്ച് നടന്നാൽ ഞാൻ ആ സക്കീർ നായിക്കിന് ആവശ്യമില്ലാത്ത പബ്ലിസിറ്റി കൊടുക്കലായിരിക്കും എന്റെ ജോലി. ലോകത്തിലെ ഹിന്ദുക്കൾ സക്കീർ നായിക്കിനെ തിരസ്കരിച്ചു കഴിഞ്ഞു എന്നുള്ളതിന് ഒരു സംശയമില്ല. മുസ്ലിങ്ങളെ നമ്പൂതിരിമാരുടെ വേഷം കെട്ടിച്ച് ആ മുസ്ലിങ്ങളുടെ നമ്പൂതിരിയുടെ വേഷത്തിലിരിക്കുന്ന മുസ്ലിങ്ങളെ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യുന്നതാണെന്ന് ഇന്നിപ്പോ കേരളത്തിൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇയാളുടെ പ്രഭാഷണത്തില് ചോദ്യം ചോദിക്കുന്ന ഓരോ ചോദ്യവും ഹിന്ദുവിന്റെ പേരിട്ട മുസ്ലിമാണ് ചോദിക്കുന്നത് എന്നുള്ളതിന് എല്ലാവർക്കും നല്ലോണം അറിയാം. ഇയാൾ ഓരോ സ്ഥലത്തും പ്രഭാഷണം നടത്തുമ്പോൾ ഇയാളുടെ സദസ്സിന്റെ ഫോട്ടോ അല്ല കാണിക്കുന്നത്, വേറെ ഏതോ വീഡിയോ ആണ് ഇയാളുടെ പ്രഭാഷണം കേൾക്കാൻ വന്നവരെന്ന പേരില് കാണിക്കുന്നത്. ഇതേതാണ്ട് എല്ലാവർക്കും ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ എല്ലാ തരത്തിലും തട്ടിപ്പ് നടത്താൻ തയ്യാറായി പോകുന്ന ഒരു വ്യക്തി വാദിച്ച് ജയിച്ച് മുസ്ലിങ്ങളുടെ എണ്ണം കൂട്ടാനാണെങ്കിൽ അങ്ങനെയും അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഞാനെന്തിനാ ഇയാളുടെ ഈ കള്ളത്തരത്തിന് നിരന്തരം പുറകെ നടന്ന് വാദിച്ച് അവസാന ശ്വാസം വരെ ഇയാൾക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുക്കാൻ പോകുന്നത് എന്തിനാ? അതുകൊണ്ട് സക്കീർ നായിക് എന്ന കള്ളത്തരം ചെയ്ത് ജീവിച്ച് അവസാനം വരെ അങ്ങനെ തന്നെ ചെയ്യുമെന്ന് ഉറപ്പിച്ചു നിൽക്കുന്ന മനുഷ്യന്റെ അടുത്ത് എനിക്ക് വാദിക്കാനോ ജയിക്കാനോ ഒന്നും താല്പര്യമില്ല. മാത്രമല്ല അദ്ദേഹം പറയുന്നത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. അദ്ദേഹത്തിന്റെ അനുയായികള് ചിലര് കാട്ടിക്കൂട്ടുന്നതെല്ലാം കാണുമ്പോ ചിലപ്പോ അറിയാതെ തോന്നിപ്പോവാറുണ്ട്, ഈ നീചപ്രവൃത്തി ചെയ്തതിന്റെ പരിണത ഫലമല്ലേ ഈ മിഡിൽ ഈസ്റ്റില് ഇതേ മതത്തിന്റെ അനുയായികൾ അനുഭവിക്കുന്നത് എന്ന് തോന്നാറുണ്ട്. അത് ഞാൻ പറഞ്ഞത് അവരുടെ വേദനയ്ക്കെതിരെ നിന്നുകൊണ്ടല്ല. ഈ ലോകത്തിലെ ഏത് മനുഷ്യന് വേദനയുണ്ടെങ്കിലും എനിക്കും വേദന തന്നെ ഉള്ളതാണ്. ഞാൻ തുറന്നു പറയാം, ചില കുട്ടികളുടെ പകുതി കരിഞ്ഞ ശരീരമൊക്കെ പിടിച്ച അച്ഛൻ കരയുന്ന കാഴ്ച ഇന്നത്തെ മാതൃഭൂമി കണ്ടപ്പോ ഹൃദയഭേദകമായി തോന്നി. പക്ഷെ എന്തുകൊണ്ട് ഒരു മതത്തിന്റെ ആൾക്കാർക്ക് മാത്രം ഇത് സംഭവിക്കുന്നു? ക്രിസ്ത്യാനികൾക്ക് സംഭവിക്കണില്ല, ഹിന്ദുക്കൾക്ക് സംഭവിക്കണില്ല, ബുദ്ധമതക്കാർക്ക് സംഭവിക്കണില്ല, അതുപോലെ സ്വരാഷ്ട്രീയർക്ക് സംഭവിക്കണില്ല, ജൂതന്മാർക്ക് സംഭവിക്കണില്ല, ജൈനന്മാർക്ക് സംഭവിക്കണില്ല, പാർസികൾക്ക് സംഭവിക്കണില്ല. 9 മതങ്ങൾ ഉള്ളതില് ഒരു മതത്തിലുള്ളവർക്ക് മാത്രം പാകിസ്ഥാനിലായാലും ബംഗ്ലാദേശിലായാലും ഇറാഖിലായാലും അഫ്ഗാനിസ്ഥാനിലായാലും എവിടെയായാലും പരമപവിത്രമായ ഖുറാനെ പൂജിക്കുന്നവരും അതനുസരിച്ച് ജീവിക്കുന്നവരും പ്രവാചകന്റെ വരിയിലൂടെ പോകുന്നവരും 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ല ഇസ്ലാം മതം ഉണ്ടായത്, അത് അനാദികാലം മുമ്പുണ്ട് എന്ന് വാദിക്കുന്നവരും അതിൽ മനുഷ്യനെ യോജിക്കാത്തതൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ് വാദിക്കുന്നവരും ആ പുസ്തകത്തിന്റെയും ആ പ്രവാചകന്റെയും അനുയായികള് അനുഭവിക്കുന്നതും
അനുഭവിപ്പിക്കുന്നതും വെറുതെ കൺമുമ്പിൽ നോക്കിയാൽ മനസ്സിലാവില്ലേ മക്കളെ? നിങ്ങൾക്ക് എവിടെയോ തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് വെറുതെ മനസ്സിലാവില്ലേ നിങ്ങൾക്ക്? ഞാൻ ഇടയ്ക്കിടയ്ക്ക് പല പ്രാവശ്യം പറഞ്ഞിരുന്നു, ഒരു രാഷ്ട്രത്തില് എത്രയാ കള്ളത്തരം നടക്കുന്നതെന്ന് വെറുതെ ലിസ്റ്റ് ഇടുക. എന്നിട്ട് ആ കള്ളത്തരത്തില് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാ ഏറ്റവും കൂടുതലുള്ളതെന്ന് നോക്കാം. ഇനി ഞാനൊരു മുസ്ലിം ഷഹാബുദ്ദീൻ എന്നോട് ചോദിക്കുകയുണ്ടായി, ഖുറാനില് ഏത് വരിയിലാ ഏത് അധ്യായത്തിൽ ഏത് വരിയിലാണ് കള്ളക്കടത്ത് നടത്തണം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ ഷഹാബുദ്ദീന് ഉത്തരം കൊടുത്തു. ഈ കേരളത്തിലും കേരളത്തിന്റെ ചുറ്റുപാടുമുള്ള സംസ്ഥാനങ്ങളുടെ എയർപോർട്ടിലും ചെന്ന് നോക്കിയാൽ പോരെ, എന്തിനാ ഖുറാനിൽ നോക്കാൻ പോകുന്നത് കള്ളക്കടത്ത് നടത്തുന്നത് ആരാണെന്ന്? ഇതുപോലെ തന്നെയുള്ള നെഗറ്റീവുകൾ എവിടെയെല്ലാം നടക്കുന്നുണ്ടോ, ഫാനിന്റെ ഉള്ളിൽ സ്വർണം, അതുപോലെ തന്നെ ഷെഡിയില് സ്വർണം, വയറ്റിനകത്ത് സ്വർണത്തിന്റെ ഉണ്ടകള്, എന്തെല്ലാം രീതിയിലൂടെ ഇലക്ട്രിക് അയേണില് സ്വർണം, ഇതെല്ലാം കൊണ്ടുവരുന്നതിന്റെ പുറകിൽ ആരാണെന്ന് പേര് മാത്രം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവില്ലേ മക്കളെ? ഇവർക്ക് മാത്രം ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നാൻ എന്താ കാരണം? അതും കൂടി ഒന്ന് നോക്കാം. ബൈബിളിന്റെ ആരാധകർക്ക് പറ്റണില്ലല്ലോ, ഭഗവത്ഗീതയുടെ ആരാധകർക്ക് അത് പറ്റണില്ലല്ലോ, ഇസ്തുവസ്തിയായുടെ ആരാധകർക്ക് പറ്റണില്ലല്ലോ, ധർമ്മപാതയുടെ അനുശാസകരായ ബുദ്ധന്മാർക്ക് അത് പറ്റണില്ലല്ലോ, ഗുരു ഗ്രന്ഥ സാഹിബിന്റെ അനുയായികളായ സർദാർജിയെ പിടിക്കുന്നില്ലല്ലോ. എന്തേ ഒരു മതത്തിന്റെ ആൾക്കാരെ മാത്രം പിടിക്കുന്നു? അതിന് കാരണം ഖുറാനിൽ അന്വേഷിച്ചു പോകണോ അല്ല പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചു പോയാൽ മതിയോ? ഇനി നിങ്ങൾ തന്നെ പറയാ, ഞാൻ സക്കീർ നായിക്കിനെ വെല്ലുവിളിച്ചിട്ട് എന്ത് നേടാനാണ്? സക്കീർ നായിക്കിനെ തോൽപ്പിക്കാനാണ്. അങ്ങനെ ഒരു ആഗ്രഹം എനിക്കില്ലെങ്കിൽ, അല്ലെങ്കിൽ യൂട്യൂബ് കാണുന്ന വ്യക്തികൾക്ക് ഗോപാലകൃഷ്ണൻ സക്കീർ നായിക്കിനെ തോൽപ്പിച്ചു എന്ന് കേട്ട് കണ്ട് കൈയടിക്കാനുള്ള ഒരു താല്പര്യവും യൂട്യൂബ് കാണുന്നവർക്ക് ഉണ്ടാവില്ല, ഹിന്ദുക്കൾക്ക് ഉണ്ടാവില്ല. കാരണം ഒരു കള്ളന് ഏത് തരത്തിലുള്ള കള്ളത്തരവും ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു കൽക്കി മുഹമ്മദ് നബിയാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഭവിഷ്യപുരാണത്തിൽ മുഹമ്മദ് നബിയുടെ പേരുണ്ടെന്ന് പറഞ്ഞു. ഇസ്ലാമിനെ കുറിച്ച് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. വേദം മുഴുവനും അള്ളാഹുവാണെന്ന് പറഞ്ഞു. ഇനി തകഴി ശിവശങ്കരപ്പിള്ള എഴുതിയ ചെമ്മീൻ എന്ന സിനിമയില് പറഞ്ഞിരിക്കുന്ന അള്ളാഹു എന്ന് ഫരീദ് കുട്ടി വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ തകഴി ശിവശങ്കരപ്പിള്ള എഴുതിയ ചെമ്മീൻ എന്ന നോവല് മൊത്തം ഖുറാനിലുള്ളതാണെന്ന് പറഞ്ഞാൽ ഞാനല്ല എന്ന് പറയാൻ പറ്റുമോ മക്കളെ? എനിക്ക് ഞാൻ എന്തിനാ അത് അന്വേഷിച്ചുകൊണ്ട് പോകുന്നത്? അള്ളാഹു മഹാത്മാഗാന്ധി ഈശ്വര അള്ളാ തേരേ നാം എന്ന് ആക്കി തീർത്തിട്ടുണ്ട്. ഈശ്വര കേശവ തേരേ നാം എന്നുള്ളതിന് ഈശ്വര അള്ളാ തേരേ നാം. അതുകൊണ്ട് മഹാത്മാഗാന്ധി മുസ്ലിമാണെന്ന് പറയാൻ പറ്റുമോ? വെറുതെ ആലോചിച്ച് നോക്കാം. ഇനി അഥവാ ഒരാൾ മഹാത്മാഗാന്ധി മുസ്ലിമാണെന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം, എനിക്കിനി ഇതല്ല എന്ന് വാദിച്ച് എനിക്ക് ജയിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ അതന്വേഷിച്ചുകൊണ്ട് പോകേണ്ട കാര്യമുണ്ടോ? അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും ഇറാനിലും ഒന്നും ശരിക്കുള്ള മുസ്ലിങ്ങളല്ല ജീവിക്കുന്നതെന്ന് ഒരാൾ പറഞ്ഞു. ഇസ്ലാമിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലല്ല ഇറാഖുകാരും ഇറാൻകാരും ജീവിക്കുന്നത്. അതുകൊണ്ട് ഗോപാലകൃഷ്ണൻ അവരെ കുറിച്ച് കമ്പയർ ചെയ്യരുതെന്ന്. ഇനി ഇറാഖിലും ഇറാനിലും ഉള്ളവരെ ഇസ്ലാമിനെ പോലെ ജീവിപ്പിക്കാൻ ഞാനാണോ കച്ചകെട്ടി ഇറങ്ങേണ്ടത്? എന്റെ ജോലിയൊന്നും അല്ലാതെ. അവരതേപോലെ ജീവിക്കുന്നു, ഇസ്ലാം സ്റ്റേറ്റ് ഉണ്ടാക്കാൻ പോകുന്നു. അതിന് ഈശ്വരാനുഗ്രഹം കൊണ്ട് ചോരയും രക്തവും കണ്ട് മാത്രം വളർന്ന ഒരു മതത്തില് കുറെ പേര് ആയുധ പരിശീലനം നടത്തുന്നത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലൂടെ നടന്നു പോകുന്ന പശുക്കളെയും പട്ടിയെയും പോത്തിനെയും വാളുകൊണ്ട് വെട്ടി അവരുടെ ശരീരത്തിലെ രക്തം ചീറ്റിയിട്ട്, കേരളത്തിലെ കാര്യമാണ് ഇത് പറയുന്നത്, ടിവിയിലുണ്ടായിരുന്നു. എത്ര പശുക്കളെയാ വെട്ടി കീറിയിരിക്കുന്നത്? ആയുധ പരിശീലനത്തിന് ഉപയോഗിക്കുകയാണ് മൃഗങ്ങളെ, നമ്മുടെ അഗ്രികൾച്ചർ കോളേജിലൂടെ നടക്കുന്ന പാവപ്പെട്ട മൃഗങ്ങളെ. എന്താ ഇതിന്റെ അർത്ഥം? ഇറാനിലും ഇറാഖിലും എല്ലായിടത്തും കാണുന്ന ഒന്ന് തന്നെ. ഇനി ഇങ്ങനെയുള്ള ചിലരെയാണ് ഗോപാലകൃഷ്ണൻ വാദിച്ച് തോൽപ്പിച്ച് ജയിച്ച് ഞാൻ എന്ത് നേടാനാണ്? അങ്ങേരെ പിന്നെ ഹിന്ദു ആക്കാനാണ്. അതുപോലെയുള്ളത് ഹിന്ദു ധർമ്മത്തിൽ വരികയാണെങ്കിൽ ഹിന്ദുക്കളുടെ അവസ്ഥ എന്താ? കുറച്ച് ഹിന്ദുക്കൾ അങ്ങോട്ട് പോയാലും കുഴപ്പമില്ല, അവരുടെ ആരുടെയെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ചിലപ്പോൾ സ്വസ്ഥത ഉള്ളതും കൂടി ഇല്ലാതെയാവുന്ന എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ആരെയെങ്കിലും വാദിച്ച് ഹിന്ദു ആക്കാനോ ഹിന്ദുവിന്റെ എണ്ണം കൂട്ടാനോ അല്ലെങ്കിൽ ഹിന്ദു ധർമ്മത്തെ പ്രചരിപ്പിക്കാനോ വാദിച്ചും ജയിച്ചും എനിക്ക് ഉദ്ദേശമില്ല. ഇനി ഞാൻ ഇതിനൊരു മറുപടിയും പറയില്ല. ഇത്രയും പറയാൻ തന്നെ കാരണം
ഏതാണ്ട് 100 പേര് ആ സക്കീർ നായിക്കിനുള്ള മറുപടിയിൽ കമന്റ് എഴുതിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എല്ലാം തിരസ്കരിച്ചാല്, കണ്ടില്ലെന്ന് നടിച്ചാല് അത് ചിലപ്പോ തെറ്റിദ്ധരിക്കപ്പെടുമോ എന്ന ഒരു കുറ്റബോധം കൊണ്ട് മാത്രമാണ് ഞാനിത് പറഞ്ഞത്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, കള്ളനെ ഉപദേശിച്ച് ചിലപ്പോൾ നന്നാക്കുന്നതിനേക്കാൾ നല്ലത് കള്ളൻ കയറാൻ സാധ്യതയുള്ള ജനങ്ങളെ അത് അറിയിക്കൽ. മതം മാറ്റാനായിട്ട് വരുന്ന ക്രിസ്ത്യാനികളെ ഉപദേശിച്ച് നന്നാക്കാൻ സാധിക്കില്ല, യഹോവ സാക്ഷികളെയും പെന്തക്കോസ്തുകാരെയും. പകരം ഹിന്ദുക്കളെ ഹിന്ദു ധർമ്മം പഠിപ്പിച്ച് അവരെ അഭിമാനത്തോടുകൂടി ഹിന്ദുക്കളാണെന്ന് പറയുക. പലപ്പോഴും ഈ മദ്യം സ്കൂളിന്റെ ചുറ്റുമൊക്കെ വിൽക്കുന്നവരെ പോലീസുകാർക്കല്ലാതെ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ചിലപ്പോൾ അവരെ കൈകാര്യം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ കുട്ടികളോട് പറയാം, മക്കളെ ഇതിലൊന്നും ചെന്ന് വീഴരുത് എന്ന്. ചില പത്രങ്ങൾ തെറ്റായിട്ടുള്ള വാർത്തകൾ കൊടുക്കുമ്പോൾ പത്രം ഓഫീസിൽ ചെന്നിട്ട് അത് തിരുത്തണമെന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ ഇന്റൻഷനലി ആണത് ചെയ്യുന്നതെങ്കിൽ, അവർ മനഃപൂർവ്വമാണത് ചെയ്യുന്നതെങ്കിൽ അവരെ തിരുത്താൻ പറ്റില്ല. ആ പത്രം വായിക്കുന്നവരെ ഇൻഡയറക്ട്ലി എങ്കിലും അറിയിക്കുക, വലിയ വർക്കാണെങ്കിലും അറിയിക്കുക, ഈ പത്രത്തിന് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ഏതെങ്കിലും മരുന്ന് അഡ്വർടൈസ് ചെയ്ത് നിങ്ങളെ കൊണ്ടത് വാങ്ങിപ്പിക്കുന്നുണ്ടെങ്കിൽ മരുന്നിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ അറിയിക്കുക. മരുന്ന് കമ്പനികൾക്കറിയാം അവർ ചെയ്യുന്നത് തെറ്റാണെന്ന്, അതുകൊണ്ട് ഉപദേശിച്ചത് കൊണ്ട് അവർ മാറില്ല. ഇങ്ങനെ ഈ ലോകത്തിലെ നെഗറ്റീവുകൾ നടക്കുമ്പോഴും ചെയ്യുമ്പോഴും പറയുമ്പോഴും നെഗറ്റീവുകൾ വീക്ഷണത്തിൽ വെക്കുമ്പോഴുമെല്ലാം അവരെ തിരുത്താൻ ശ്രമിക്കുന്നതിന് പകരം അതിനേക്കാൾ വലിയ വർക്കായിരിക്കാം സമൂഹത്തെ കാര്യമായിട്ട് വിവരങ്ങൾ അറിയിച്ച് അവരിൽ ഒരു കോഷണറി അപ്രോച്ച് ഉണ്ടാക്കുക. അമ്പലത്തിൽ വെടിക്കെട്ട് പാടില്ല എന്ന് വെടിക്കെട്ട് നടത്തുന്നവരോട് പറയാൻ പറ്റില്ലല്ലോ, അമ്പലക്കാരോടല്ലേ പറയാൻ പറ്റുള്ളൂ. അമ്പലത്തിൽ ഇത്രയും ആനയുടെ ആവശ്യമില്ല എന്ന് ആനയെ വാടകയ്ക്ക് കൊടുക്കുന്നവന്റെ അടുത്ത് എന്ന് പറയാൻ പറ്റുമോ? മറിച്ച് അമ്പലക്കാരോട് പറയാം, 1 or 2 ആന മതി, അതല്ലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നല്ല രീതിയിൽ നിരന്തരം, ഇനിയും നിരന്തരം, പാസ്റ്റിലും പ്രസന്റിലും ഫ്യൂച്ചറിലും ഹൈന്ദവ ധർമ്മത്തിന്റെ വിശ്വാസികളോട് ക്രിസ്ത്യാനികൾ നടത്തുന്ന മതപരിവർത്തനത്തെക്കുറിച്ചും അതുപോലെ തന്നെ സക്കീർ നായിക്ക്, MM അക്ബറെ പോലെയുള്ളവർ നടത്തുന്ന ചതിയും വഞ്ചനയോടും കൂടിയ ദുർവ്യാഖ്യാനത്തെക്കുറിച്ചും അത്ര ഞാൻ നോക്കിയിട്ടുള്ളൂ. ഖുറാനിലെ കാര്യങ്ങളൊന്നും ഞാൻ പറയാൻ പോയിട്ടില്ല. ഒരു അടുത്ത കാലത്ത് മാതൃഭൂമിയിൽ റംസാൻ പ്രമാണിച്ചു വരുന്ന ഖുറാനിലെ വിവരങ്ങൾ കേട്ട് കുറേ ഹിന്ദുക്കൾ പറയുകയുണ്ടായി, സാറേ ഇത്ര ചീപ്പായിട്ടുള്ള കാര്യങ്ങളാണോ ഈ 2014 മുസ്ലിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നടക്കുന്നത് എന്ന് അത്ഭുതം തോന്നുന്നു എന്ന് പറയണ്ടേ. ഞാൻ പറഞ്ഞു, അവരുടെ പുസ്തകത്തിൽ എന്തുണ്ടെന്ന് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ല, അത് അവരെങ്ങനെ വേണമെങ്കിൽ ഉപയോഗിച്ചോട്ടെ. അത് ദുരുപയോഗം ചെയ്ത് ഹിന്ദുക്കളെ മതപരിവർത്തനം നടത്തുകയാണെങ്കിൽ ഹിന്ദുക്കളെ ഇത് അറിയിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. സക്കീർ നായിക്ക് ഖുറാൻ ദുർവ്യാഖ്യാനം ചെയ്തിട്ടല്ല മതപരിവർത്തനം നടത്തുന്നത്. ഹിന്ദുക്കളുടെ വേദം, അയാൾക്ക് ഒരു ചുക്കും അറിയാത്ത ഹിന്ദുക്കളുടെ വേദം, ഹിന്ദുക്കളുടെ ഉപനിഷത്ത്, ഹിന്ദുക്കളുടെ പുരാണങ്ങള്, ഹിന്ദുക്കളുടേതായ ഗ്രന്ഥങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത് ഏതോ വലിയൊരു ഹൈന്ദവ പണ്ഡിതനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളുടെ മുമ്പിൽ ഒരു തരത്തിലുള്ള ഫ്രോഡ് ചെയ്യുമ്പോൾ ആ ഫ്രോഡിന്റെ ദുഃഖഫലം അനുഭവിക്കുന്ന വ്യക്തികളോടാണ് എനിക്ക് പറയാനുള്ളത്. സക്കീർ നായിക്കിനെ മാറ്റലും, MM അക്ബറിനെ മാറ്റലും, യോഹന്നാനെ മാറ്റലും, അതുപോലെ തന്നെ കോശി എബ്രഹാമിനെ മാറ്റലും, ഗമാലിയലിനെ മാറ്റലും, ബെഞ്ചമിനെ മാറ്റലും ഇതൊന്നും എൻ്റെ പണിയുടെ ഭാഗമല്ല. അത് ഇതുപോലെ ഉള്ള യൂട്യൂബ് അപ്ലോഡിങ്ങും 100 കണക്കിന് 6000-ഓളം പ്രഭാഷണം ഹിന്ദു സമുദായത്തിനും അല്ലാത്തവർക്കുണ്ട്. അങ്ങനെയുള്ള പ്രഭാഷണത്തിലൂടെയും ലേഖനത്തിലൂടെയും പുസ്തകങ്ങളിലൂടെയും CD-കളിലൂടെയും DVD-കളിലൂടെയും ചെയ്യുന്ന യജ്ഞം ഇനിയും തുടരും. അത് 15 സക്കീർ നായിക്കന്മാരെ പോലെയുള്ളവർ വന്നാലും ശരി, ഹിന്ദുക്കളെ പഠിപ്പിക്കൽ മാത്രമാണ് എൻ്റെ ജോലി. ഇതുമാതിരിയുള്ളവരെ വാദിച്ചും ജയിപ്പിച്ചും അല്ലെങ്കിൽ ആർഗ്യുമെന്റോടുകൂടി ജയിപ്പിക്കൽ എൻ്റെ ജോലിയല്ല എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദേഷ്യം ഇതിലുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്ന കുറ്റത്തിന്റെ അപരാധബോധമാണ്. അത് മുസ്ലിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അതിൻ്റെ പരിണത ഫലമാണ് രക്തച്ചൊരിച്ചിലിലൂടെ മാത്രം വളർന്ന ഒരു മതം ഇപ്പൊ നിലനിൽക്കുന്നതും രക്തച്ചൊരിച്ചിലിലൂടെയാണെന്ന് യുവാക്കളായ നന്മ നിറഞ്ഞ മുസ്ലിങ്ങൾക്കെങ്കിലും
മനസ്സിലാക്കാൻ അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, മുസ്ലിം പെൺകുട്ടികൾ അസാധാരണമായിട്ട് മാറുന്നത് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. കുറേ മുസ്ലിം യുവാക്കൾ മാറുന്നുണ്ട്. കുറച്ച് പ്രായമായ മുസ്ലിം വ്യക്തികളും മാറുന്നുണ്ട്. നല്ല രീതിയിൽ മാറ്റമുണ്ട്. പക്ഷെ ഒരു വിഭാഗത്തെ മാറ്റാനല്ല ഈ രാഷ്ട്രത്തിലെ ഋഷിവര്യന്മാരെല്ലാവരും വിചാരിച്ചാലും അവരെ മാറ്റാൻ പറ്റില്ല. ഇനി സംപൂജ്യനായ മുഹമ്മദ് നബി പ്രവാചകൻ തന്നെ വന്നാലും ഇവരെ മാറ്റാൻ സാധിക്കില്ല. അങ്ങേര് വന്നതിൻ്റെ അടുത്ത ദിവസം റിട്ടേൺ ടിക്കറ്റ് എടുത്ത് പോകുമെന്നുള്ളതും ഉറപ്പാണ്. ഞാൻ നന്മ നിറഞ്ഞ മുസ്ലിങ്ങൾക്കെതിരെ അല്ല പറഞ്ഞത്. സക്കീർ നായിക്കിന്റെ അനുയായികൾ നിരന്തരം എനിക്ക് എഴുതാറുണ്ട്. ഞാൻ സക്കീർ നായിക്കിനെ വെല്ലുവിളിക്കണം, വാദിക്കണം, വീട്ടിനകത്തിരുന്ന് യൂട്യൂബ് റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്താൽ പോരാ എന്ന്. അവർക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. പ്രണാമം, നമസ്കാരം.